സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 377 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയം. 2 പതിറ്റാണ്ടിന് ശേഷമാണ് കപിൽ സിബൽ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കുന്നത്. തുടങ്ങിയവരെയാണ് കപിൽ സിബൽ പരാജയപ്പെടുത്തിയത്. കപിൽ സിബൽ 1066 വോട്ടുകൾ നേടി. പ്രദീപ് റായിക്ക് 689 വോട്ടുകളും അദീഷ് സി അഗർവാലിക്ക് 296 വോട്ടുകളും മാത്രമാണ് ലഭിച്ചത്. അഭിഭാഷകനായി 50 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കപിൽ സിബൽ ഇത് 4ാം തവണയാണ് ബാർ അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 1995, 96, 97, 98, 2001, 2002 കാലയളവിലാണ് കപിൽ സിബൽ മുൻപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. UPA സർക്കാരിൻ്റെ കാലത്ത് നിയമമന്ത്രിയായിരുന്നു. രാജ്യസഭാ MP കൂടിയായ അദ്ദേഹം മികച്ച പാർലമെന്റേറിയനാണ്. പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കപിൽ സിബൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും പോരാടുന്ന വ്യക്തിത്വം കൂടിയാണ്. മോദി സർക്കാരിന് തിരിച്ചടിയായ ഇലക്ട്രൽ ബോണ്ട് കേസിലും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായത് കപിൽ സിബലായിരുന്നു. കേന്ദ്രം നിഷേധിച്ച കടമെടുപ്പ് പരിധിയിലും കേരളത്തിനു വേണ്ടി ഹാജരായത് കപിൽ സിബലാണ്. മാത്രമല്ല, ദില്ലിയിൽ കേരളം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ സമരത്തിലും കപിൽ സിബൽ കൈകോർത്തു നിന്നു. ഏറ്റവും ഒടുവിലായി ന്യൂസ് ക്ലിക്ക് ചീഫ് എഡിറ്റർ പ്രബീർ പുർഗായസ്തയ്ക്ക് ജാമ്യം ലഭിച്ച കേസിലും കപിൽ സിബലായിരുന്നു അഭിഭാഷകൻ. രാജ്യവും സുപ്രീം കോടതിയും ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ കപിൽ സിബലിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഭവസമ്പത്തും നേതൃപാടവവും പരമോന്നത കോടതിയുടെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് മുതൽക്കൂട്ടാകും. കൈരളി ന്യൂസ്, ദില്ലി.